മോളെ, ഇവര് നാളെ നിന്നെ വിട്ടു പോവും. നിനക്ക് തണലായിട്ട് നവീൻ മോനെ ഉണ്ടാവുള്ളൂ. വേറെ ആരും ഉണ്ടാവില്ല. നിനക്ക് കുഞ്ഞിനെ വളർത്തണ്ടേ? ദേശത്തിൻ്റെ മാർഗം വില പോവില്ല എന്നറിഞ്ഞതും കൃഷ്ണയുടെ അമ്മ കണ്ണീരിൻ്റെ സ്വരത്താൽ അവളോട് ചോദിച്ചു, അതിനെ ഞാൻ ഏതെങ്കിലും ചായക്കടയിൽ പാത്രം കഴുകാൻ നിൽക്കും, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യും, അല്ലാതെ ഇവൻ്റെ മുമ്പിൽ ഒരിക്കലും പോവില്ല. അവൾ ഉറച്ച ശബ്ദത്തോടു കൂടി പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഗായത്രി കൈയടിച്ചു. എന്നിട്ട് ഗായത്രിയും പറഞ്ഞു, അതിൻ്റെ ആവശ്യം വരില്ല. ഇന്ന് പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് സംഘടനകളും ഒരുപാട് നന്മ നിറഞ്ഞ ആളുകളും ഉണ്ട്. അതിലൊരാളാണ് ഞാനെന്ന് കൂട്ടിക്കോ. എനിക്ക് ഇവൻ പറഞ്ഞ പോലെ 200 പവനൊക്കെ വെറുതെ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഞാനത് ചെയ്യില്ല. പകരം നിർത്തിവെച്ച ഇവളുടെ പഠിത്തം തുടരാനായി ഇവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കും. ഇവളുടെ സംരക്ഷണയിൽ തന്നെ കഴിയും. ഒരിക്കലും നിങ്ങളുടെ തലയിലെ ഭാരമാവാൻ ഇവൾ വരില്ല എന്നു പറഞ്ഞു ഗായത്രി. അവളത് പറഞ്ഞു തീരുമ്പോഴേക്കും നവീനെ കൊണ്ടുപോവാനായി പോലീസ് ജീപ്പ് ഉമ്മറത്തേക്ക് എത്തി. അത്ര നേരം ധൈര്യത്തോടു കൂടി സംസാരിച്ചിരുന്ന നവീൻ പതറാൻ തുടങ്ങി. അവൻ പതറിക്കൊണ്ട് കൃഷ്ണയുടെ അച്ഛനെയും അമ്മയും നോക്കി. മോള് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അതും പറഞ്ഞ് മോള് കേസ് കൊടുക്കാൻ പോവാണോ? നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോവില്ലേ? നിനക്ക് താഴെ 2 പെൺകുട്ടികളും കൂടിയുണ്ട് അമ്മയ്ക്ക്. അവരെയൊക്കെ ആരെങ്കിലും കെട്ടാൻ വരുമോ? ഞാൻ പറയണത് എൻ്റെ പൊന്നുമോൾ ഒന്ന് അനുസരിക്ക്. മോള് നവീൻ മോനോട് ഒന്ന് ക്ഷമിക്ക്. നമുക്ക് പരിഹാരമുണ്ടാക്കാം, അവളോട് പറഞ്ഞു കൃഷ്ണയുടെ അമ്മ. അച്ഛാ, ഇത്രകാലം പരിഹാരമുണ്ടാക്കാനൊന്നും നിങ്ങൾക്കായില്ലല്ലോ. ഇനി എനിക്കും പറ്റില്ല. പിന്നെ എൻ്റെ അനിയത്തിമാരെ സ്ത്രീധനം മോഹിച്ച് വരുന്ന ആരും കെട്ടണ്ട. എനിക്ക് വിവരം വെച്ചു. ഇനി നിങ്ങളുടെ കണ്ണീരിൻ്റെ മുമ്പിലൊന്നും ഞാൻ വീഴില്ല. ആ പഴയ പൊട്ടിപ്പെണ്ണല്ല ഞാൻ. ഏതെങ്കിലും പത്രത്തിൻ്റെ തലക്കെട്ടില് സ്ത്രീധന പീഡനത്താൽ ഭർതൃഗൃഹത്തിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയിൽ താരമാവാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അങ്ങനെ എന്നെ കൊല ചെയ്ത ഒരുത്തനും സന്തോഷമായി ജീവിക്കണ്ട. നിയമം തീരുമാനിക്കട്ടെ ഇവൻ എന്ത് ശിക്ഷ കൊടുക്കുമെന്ന്. സ്ത്രീധനത്തിൻ്റെ പേരിൽ മർദ്ദിക്കുന്ന ഭർത്താവിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന പെൺകുട്ടി എന്ന തലക്കെട്ടോടുകൂടി എൻ്റെ പേര് വരണം. അതാണ് എൻ്റെ സന്തോഷം. അത് എൻ്റെ നീതിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നിയമത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ എല്ലാം സഹിക്കുന്ന എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്രചോദനമാവണം എനിക്ക്, കൃഷ്ണ ധൈര്യത്തോടെ പറഞ്ഞു. അമ്മ, നിങ്ങളെ ഇവളുടെ മുമ്പിൽ എനിക്ക് വേണ്ടി കെഞ്ചൊന്നും വേണ്ട. നമ്മുടെ നാടല്ലേ. ഞാൻ ജാമ്യത്തിലിറങ്ങും, രുദ്രനെ നോക്കിക്കൊണ്ട് നവീൻ പറഞ്ഞു. ഇത് കേട്ട് ഗായത്രി ചിരിച്ചു. അതേടാ, നിനക്ക് രക്ഷപ്പെടാം. അതിന് ഇവള് ജീവനോടെ ഇല്ലാതിരിക്കണം. അതായത് തെളിവുകളില്ലാതിരിക്കണം. എന്നാൽ നിന്റെ കേസിൽ അതുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഉപദ്രവിച്ച ആ പെൺകുട്ടി ഇന്ന് നിനക്കെതിരെ സാക്ഷി പറയാൻ ജീവനോടെ ഉണ്ട്. പല കേസുകളിലും ഇത്തരം ക്രൂരതകൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾ മരിച്ച ശേഷമേ അറിയുള്ളൂ. പക്ഷെ നിനക്കെതിരെ വ്യക്തമായ തെളിവ് തരാൻ ഇന്ന് കൃഷ്ണയുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് കുറഞ്ഞത് 3 വർഷം തടവെങ്കിലും കിട്ടും, ജാമ്യമില്ലാതെ, ഗായത്രി പറഞ്ഞു. അതു കേട്ട് നവീൻ്റെ മുഖത്തു പേടി വരാൻ തുടങ്ങി. കുറച്ചു നേരത്തിനു ശേഷം പോലീസ് വന്ന് നവീനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അതിനുശേഷം രുദ്രനും ഗായത്രിയും കൂടി കൃഷ്ണനെയും കുഞ്ഞിനെയും കൊണ്ട് തിരികെ പോവാൻ നിന്നു. തിരികെ പടിയിറങ്ങുമ്പോൾ ഒരിക്കൽ പോലും അവളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല. അവളുടെ അച്ഛനും അമ്മയും ഒന്ന് നോക്കിയ പോലും. കൃഷ്ണയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഗായത്രിയും രുദ്രനും കൂടി അവളെയും കുഞ്ഞിനെയും കൊണ്ട് പോയത് കല്യാണി അമ്മയുടെ സഹോദരി രാധയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ അവർ മാത്രമായിരുന്നു താമസം. വീട് മാറിപ്പോയത് കണ്ടതും കൃഷ്ണ അവരെ രണ്ടാളെയും നോക്കി. മോളെ, ഇറങ്ങ, ഇത് നിന്റെ വീട് തന്നെയാ, ഗായത്രി അവളോട് പറഞ്ഞു. അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവരെയും കാത്ത് രാധ വീടിൻ്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. വണ്ടി ഇറങ്ങി വരുന്ന കൃഷ്ണയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ഒരുപാട് അനുഭവിച്ചല്ലേ മോള് എന്ന്. അവരുടെ മുഖത്ത് അവളോടുള്ള സ്നേഹവും കരുതലും എല്ലാം ഉണ്ടായിരുന്നു.
അവൾക്ക് ഒന്നും മനസ്സിലായില്ല, ആരാ എന്താ എങ്ങനെ തൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നൊക്കെ. അവൾ അന്തം വിട്ട് ഗായത്രിയെ നോക്കി. നീ അതിശയിക്കൊന്നും വേണ്ട, ഇത് കല്യാണി അമ്മയില്ലേ, ആ അമ്മയുടെ അനിയത്തിയാ രാധ. മോള് ഇനി മുതൽ ഇവിടെയാ താമസിക്കേണ്ടത്. മോൾക്കും കുഞ്ഞിനും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും രാധമ്മ ചെയ്തു തരും. മോളെ മോളുടെ സ്വന്തം അമ്മയെപ്പോലെ നോക്കും രാധമ്മ. ഒരിക്കലും മോൾക്കും കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല. മോള് ചിന്തിക്കണ്ടാവും എന്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല എന്ന്. എനിക്ക് കൊണ്ടുപോകാൻ സന്തോഷമുള്ളൂ, പക്ഷെ മോൾ ഇനി ഒറ്റയ്ക്ക് നിന്ന് പഠിക്കണം, സ്വതന്ത്രമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. രാധമ്മ ഇവിടെ ഒറ്റയ്ക്കാ, അതുകൊണ്ട് മോള് തന്നെയായിരിക്കും ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടി വരിക. ജോലികളൊന്നുമല്ല കേട്ടോ, ചില കാര്യങ്ങൾ. അപ്പോൾ മോൾക്ക് മോളുടേതായ തൻ്റെ ഇടവും വിശ്വാസവും ഒക്കെ വരും. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞ് ഒരു പുതിയ മൊബൈൽ കൃഷ്ണയ്ക്ക് നേരെ നീട്ടി. ചേച്ചി, ഇതിനൊക്കെ ഞാൻ എന്താ തിരിച്ചു തരേണ്ടത്? അവൾ ചോദിച്ചു. അപ്പോൾ ഗായത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് നീ നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങ, എന്നിട്ട് എൻ്റെ കമ്പനി തന്നെ ജോയിൻ ചെയ്തോ. അതുവരെ നിൻ്റെ സ്പോൺസർ ഞാനാണ് എന്ന്. അത് ഗായത്രി പറയുമ്പോൾ അവളുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഗായത്രിയുടെ മുഖത്ത് ആ സന്തോഷം കാണുന്ന രുദ്രന് അതിലേറെ സന്തോഷവും. അവന് ചെറുതായിട്ട് ഗായത്രിയോടുള്ള കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്ര കാലം തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയോടുള്ള സ്നേഹവും കരുതലും മാത്രമാണെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് തൻ്റേതാണ് എന്ന രീതിയിലുള്ള ചിന്തകളിലേക്ക് അവൻ മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ അവളെ രാധമ്മയുടെ വീട്ടിലാക്കിക്കൊണ്ട് രണ്ടാളും ചന്ദ്രമംഗലത്തേക്ക് പുറപ്പെട്ടു. ആ യാത്രയിൽ ഗായത്രിയുടെ മനസ്സിലും രുദ്രൻ തന്നെയായിരുന്നു കേട്ടോ. തൻ്റെ മേലെ ചീറിപ്പാഞ്ഞു വരുന്ന നവീനെ അടിച്ചിട്ട രുദ്രന് അവൻ്റെ മുഖത്ത് അപ്പോൾ കണ്ട ഭാവങ്ങളും എന്താണെന്ന് അവൾക്ക് ഇനിയും മനസ്സിലായില്ല. ഒരു ബോസിനോടുള്ള ഇഷ്ടം മാത്രമാണ്, ബോസിനെ സംരക്ഷിക്കേണ്ട കടമ മാത്രമാണ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. അതല്ല, അതിൽ കൂടുതൽ എന്തോ ഉണ്ട്. അവൾക്ക് തോന്നി അവളെ സംരക്ഷിക്കാനും തന്നോടൊപ്പം നിൽക്കാനും ഒക്കെ ഒരാളുണ്ടായിരിക്കുന്നു എന്ന ചിന്ത അവളിൽ ആശ്വാസമേകി. അതിൻ്റെ പ്രതിഫലനം എന്നോണം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ശിവമോളുടെ അച്ഛനും അതിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അങ്ങനെ അവരുടെ കാർ ചന്ദ്രമംഗലത്തേക്ക് എത്തി. ഉമ്മർത്ത് അവരെയും കാത്ത് ചന്ദ്രശേഖരനും കല്യാണിയും ശിവമോളും ഉണ്ടായിരുന്നു. അവരോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ഗായത്രിയും രുദ്രനും കൂടി. അവർക്കും സന്തോഷമായി കൃഷ്ണയുടെ മാറ്റത്താൽ. ഗായത്രി വീണ്ടും എല്ലാം ഉള്ളു തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ചന്ദ്രശേഖരനും ശ്രദ്ധിച്ചു. അയാൾക്കും ഒരുപാട് സന്തോഷമായി. തൻ്റെ മകളുടെ ജീവിതം പതിയെ മടങ്ങി എത്തുകയാണെന്ന് അയാൾക്ക് തോന്നി. ബാക്കി എന്താ നടക്കാമെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. ഈ പാട്ട് ഇട്ടിട്ട് കുറേ ആയി, ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നോക്കാവേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.